പാരീസ് ഒളിമ്പിക്സിൽ ഗുസ്തി ഫൈനലിലെത്തിയ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ നടപടിയിൽ ഇന്ന് 3 മണിക്ക് പാർലമെന്റിൽ കായിക മന്ത്രി പ്രസ്താവന നടത്തും. വിനേഷിനെ അയോഗ്യയാക്കിയ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാർ പ്രതികരിക്കണമെന്ന് പ്രതിപക്ഷം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു. ഭാരപരിശോധനയിൽ അനുവദനീയമായതിലും 100 ഗ്രാം ഭാരം കൂടുതലായതിനെ തുടർന്നാണ് വിനേഷിനെ അയോഗ്യയാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒളിമ്പിക് അസോസിയേഷൻ അധ്യക്ഷ PT ഉഷയുമായി സംസാരിച്ചു. പി ബസന്ത് ചേരുന്നു. ഒപ്പം പി ബസന്ത്, ഈ അയോഗ്യയാക്കിയ തീരുമാനം ഈ മത്സരത്തിന് ശേഷം ആണ് ഈ ഭാരം 100 ഗ്രാം കൂടുതലാണ് എന്നത് കണ്ടെത്തുന്നത് എന്ന് തോന്നുന്നു. ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള ഒരു പരിശോധനകൾക്ക് ശേഷമല്ലേ ഇവരെ മത്സരിക്കാനായി ഇറക്കുക? മോദി ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർലമെന്റിലെ ലോക്സഭയിലാണ് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. ശൂന്യവേളയിൽ മറ്റു വിഷയങ്ങൾ ഉന്നയിക്കുന്നതിനിടെ ബീഹാറിൽ നിന്നുള്ള പപ്പു യാദവും UP-യിൽ നിന്നുള്ള ചന്ദ്രശേഖർ ആസാദുമാണ് ഈ വിഷയം സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. ഈ വിഷയത്തിൽ സർക്കാർ പ്രതികരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്ന് പ്രതിപക്ഷാംഗങ്ങൾ തൃണമൂൽ കോൺഗ്രസിലെ അംഗവും മുൻ ഫുട്ബോളറുമായ പ്രസൂൺ ബാനർജി തുടങ്ങിയവരൊക്കെ തന്നെ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളടക്കം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചതിനെ തുടർന്ന് സ്പീക്കർ തന്റെ ചേംബറിലേക്ക് പാർലമെന്ററി കാര്യമന്ത്രി അർജുൻ രാം മേഘ്വാളിനെ വിളിക്കുകയായിരുന്നു. തുടർന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം 3 മണിക്ക് സ്പോർട്സ് മിനിസ്റ്റർ ഈ വിഷയത്തിൽ പ്രതികരണം ഉണ്ടാകും, ഒരു പ്രസ്താവന നടത്തും ഇരുസഭകളിലും എന്ന് വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. കോൺഗ്രസ് അംഗങ്ങളാകട്ടെ ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണം തന്നെ, പ്രതിഷേധം തന്നെയാണ് ഉയർത്തിയത്. ഏതായാലും ഈ വിഷയത്തിൽ, അതായത് വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കിയ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് 3 മണിക്ക് വ്യക്തമാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി IOA പ്രസിഡന്റ് PT ഉഷയുമായി സംസാരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രതിപക്ഷം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം സർക്കാർ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് വിനേഷ് ഫോഗത്തിന്റെ നേതൃത്വത്തിൽ ഗുസ്തി താരങ്ങൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ടാണ്. സർക്കാർ അന്ന് തന്നെ ഇവരെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരുന്നു. അപ്പോൾ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. വളരെ ശക്തിയായി തിരിച്ചു വരൂ എന്നതടക്കം ആശംസയും നേർന്നിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പൂർണ്ണമായും അത്തരത്തിൽ എതിരായി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാനും സാധിക്കില്ലല്ലോ. അല്ല, ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം വരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. വലിയ തോതിലുണ്ട്. സർക്കാർ വിഷയത്തിൽ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ളത്. സർക്കാർ ഇതിൽ നിന്ന് ഒളിച്ചോടരുത് എന്നുള്ളൊരു നിലപാടാണ് പ്രതിപക്ഷത്തിൽ നിന്ന് ഈ പ്രധാനപ്പെട്ട FP-യുടെയും RJD-യുടെയും ഒക്കെ അംഗങ്ങൾ ഉന്നയിച്ചത്. ഇതിനെ തുടർന്നിട്ടാണ് സർക്കാർ ഇപ്പോൾ ഒരു പ്രതികരണത്തിന് സമ്മർദ്ദത്തിൽ ആവുകയും അതോടൊപ്പം അതിന് തയ്യാറാവുകയും ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ശരി, പി ബസന്ത് ദയവായി തുടരുക. ഇപ്പോൾ മാതൃഭൂമി ലേഖകൻ K സുരേഷ് ഒപ്പം ചേരുന്നു. ശ്രീ K സുരേഷ്, ഈ അയോഗ്യ ആക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് പ്രധാനമന്ത്രിയോ മറ്റു ബന്ധപ്പെട്ടവരോ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ, ഇതിൽ പ്രതികരിച്ചാൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം അല്ലെങ്കിൽ ഇതൊരു പുനഃപരിശോധന നടക്കുമോ? അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. കാരണം ഇത് രാജ്യാന്തര ഗുസ്തി ഫെഡറേഷനും അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയും ഒക്കെ ഇടപെടുന്ന ഒരു പ്രശ്നമാണ്. അതിലൊരു രാജ്യത്തിന്റെ വികാരങ്ങൾക്ക്, നമുക്കിപ്പം വിനേഷ് ഫോഗട്ടിന് മെഡൽ കിട്ടണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നത് ഒരു വശം. മറുവശത്ത് അന്താരാഷ്ട്ര കായിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്, അതിൽ വളരെ കൃത്യവും സൂക്ഷ്മവുമായ നിയമങ്ങൾ അനുസരിച്ചാണ് ഇത് മുന്നോട്ട് നീങ്ങുന്നത്. അവിടെ ഒരു രാജ്യത്തിന്റെ വികാരങ്ങൾക്കോ നമ്മളുടെ അപേക്ഷയ്ക്കോ പ്രത്യേകിച്ച് പ്രസക്തിയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഈ രാവിലെ വെയിറ്റ് എടുക്കാൻ അവർക്ക് ഇത്തിരി കൂടി സമയം അനുവദിച്ചിരുന്നു. രാവിലെ പാരീസ് സമയം ഇപ്പോൾ 10 മണിയാവുന്നു. 8 മണിക്ക് മുമ്പാണ് വെയിറ്റ് എടുക്കേണ്ടിയിരുന്നത്. അപ്പൊ ആ സമയത്ത് അവർ അവസാന ഘട്ടം വരെ അവർക്ക് അവസരം കൊടുത്തിരുന്നു. പക്ഷെ അപ്പോഴും ചെറിയ ഗ്രാം മാത്രം കൂടി എന്നാണ് ഔദ്യോഗികമായിട്ട് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ പറയുന്നത്. അപ്പൊ അതുവരെയും ഈ വെയിറ്റ് ഈ കാറ്റഗറിയിൽ തന്നെ നിലനിർത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. എന്ന് മാത്രമല്ല, അവിടെ ചില ബഹളങ്ങൾ ഉണ്ടായതായിട്ട് റിപ്പോർട്ടുണ്ട്. അങ്ങനെ ഉണ്ടായതിനെ തുടർന്ന് ഈ വെയിറ്റ് എടുക്കുന്നതിന്റെ ഒഫീഷ്യൽസുമായിട്ട് ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുകയും അവർ പരാതി നൽകി, അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നു എന്ന രീതിയിൽ പരാതി നൽകിയതായിട്ടും റിപ്പോർട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയാണ്. അതുകൊണ്ട് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലാതെ വൈകാരിക തലത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുകൂല സമീപനം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല.
സുരേഷ്, ഈ വിനേഷ് ഫോഗട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി എന്ന ഒരു വാർത്ത അത് സ്ഥിരീകരിക്കാനാവുന്നതാണോ? ഇന്ന് അങ്ങനെ നമുക്ക് ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു സ്ഥിരീകരണം കൊടുക്കാനായിട്ടില്ല. പക്ഷെ അവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് നേരത്തെ വാർത്തകളുണ്ട്. ചില തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നതായിട്ടൊക്കെ വാർത്തകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് ഏത് അസുഖത്തിനാണെന്ന് വ്യക്തമായിട്ട് ഇപ്പം പറയാവുന്ന ഒരു സ്ഥിതിയല്ല. അപ്പോ അതും മത്സരത്തിന്റെ സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും യാത്രകളും അതൊക്കെ ഈ വെയിറ്റിനെ ശരീരഭാരം ഇതിനെ നിലനിർത്തുന്നതിനെ നിശ്ചിത പരിധിയിൽ നിലനിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് അനിയന്ത്രിതമായ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവാം. അത് കൃത്യമായിട്ട് നമുക്കിപ്പം എന്താണ്, എത്രയാണ്, ഏത് മരുന്നാണ്, എന്താണ് അസുഖം എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റില്ല. സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. ഏതായാലും അവർക്ക് ചില മരുന്നുകൾ കഴിച്ചിരുന്നതായി സൂചനയുണ്ട്. ശരി സുരേഷ്, ഏതായാലും ഇന്ത്യയുടെ പ്രതീക്ഷയായിരുന്നു, അതാണ് മങ്ങിപ്പോയത്. അത് വളരെയധികം വേദനിപ്പിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം എക്സ് പ്ലാറ്റ്ഫോമിൽ രേഖപ്പെടുത്തുന്നതും. പക്ഷേ പ്രതിപക്ഷം പ്രതികരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. ഇന്ത്യ ഒന്നാകെ പ്രതികരിക്കണം, ഭരണപക്ഷം പ്രതികരിക്കണമെന്ന് ഇതിനോട് എന്നാണ് പറയുന്നത്. അപ്പോഴും ഒളിമ്പിക്സ് പോലെ ഒരു വേദിയിൽ ഈ പ്രതികരണം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നാണ് സുരേഷും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.